അപ്പോൾ റംസാൻ മാസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നോമ്പ് മാസം നടക്കുകയാണ്. നോമ്പ് വിഭവങ്ങളാണല്ലോ നമുക്ക് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തി തരേണ്ടത്. അപ്പോൾ അത് കാരണം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം മണക്കാട് കല്ലാട്ടുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ബേക്ക്ഡ് ആൻഡ് കുക്ക്ഡിൻ്റെ ഓണറായിട്ടുള്ള ഷാഹിനത്ത കൂടെയുണ്ട്. നമുക്ക് ഒരുപാട് റംസാൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ ഒരു ഐറ്റമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. നമുക്ക് എന്താണെന്ന് ചോദിച്ചറിയാം. അതിനു മുന്നേ നമുക്ക് ഇത്താനെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഷോയിലേക്ക്. ഇത്താ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഇന്ന് എന്താണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോള. നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന ടൈമിൽ കൂടുതൽ ഉള്ള ഐറ്റംസ് ആണ്, കൊടുക്കുന്ന ഐറ്റംസ് ആണ് നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇതാ കുറേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് കായ്പോള എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു ഡിഷാണ്, മലബാർ ഡിഷാണ്. ഇപ്പോൾ പക്ഷേ ട്രിവാൻഡ്രത്തുമൊക്കെ അവൈലബിൾ ആണ് അല്ലേ. അല്ലെങ്കിലും ഈ ഒരു ടൈമിൽ, നോമ്പ് ടൈമിൽ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡിഷ്, വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കായ്പോള. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തുടങ്ങിയാലോ? പിന്നെ ഞാൻ കുറേ നേരമായിട്ട് ഞാൻ ഇതിന് 2-3 വെച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഏത്തക്ക ഫ്രൈ ചെയ്തെടുത്തേക്ക് നെയ്യിലാണോ എങ്ങനെയാണ്? നെയ്യിലാണ്. ഓക്കെ. അതിൽ ആ ടൈമിൽ പഞ്ചസാര എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യത്തില്ല. നെയ്യിൽ ജസ്റ്റ് കുനുകുനാന്ന് ഇട്ടിട്ടുണ്ട്. 4 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 പഴത്തിൽ ഒരു പഴം മിക്കവാറും ഞാൻ കഴിച്ചു ചേർത്തിട്ടുണ്ടാവും. ശരി. അപ്പോൾ ഇനി ഇത് തന്നെ മുട്ടയാണോ? ഇത് മുട്ടയാണ്. ഞാൻ അതുപോലെ തന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട. അതെ. ഓക്കെ. നമ്മൾ നട്ട്സും റൈസിൻസും ഒക്കെ വെച്ചിട്ടുണ്ട്, കിസ്മിസും ഇത് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഏലക്ക പൊടിച്ചത്. അത് ഏലക്ക പൊടിച്ചത്. അതെ. അത് വന്നിട്ട് നമ്മുടെ നെയ്യാണ്. ഓക്കെ. പാല്. അതായത് പഞ്ചസാര. പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്. ശരി. അപ്പോൾ എല്ലാം വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ശരി. അപ്പോൾ നമുക്ക് വൈകിക്കണ്ട അല്ലേ? അതെ. വൈകിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 4 എന്നുള്ളത് വീണ്ടും ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് തുടങ്ങിയാലോ? തുടങ്ങാം. എന്താ ആദ്യം ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം മിക്സ് ചെയ്യേണ്ടതാണ്. ആദ്യം നമുക്ക് കേഷ്യൂസ് ഒക്കെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പഴം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കേഷ്യൂസും കിസ്മിസും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ഓക്കെ. ഞാനിവിടെ ചട്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിട്ട് അതിനെ വറുത്ത് ഫ്രൈ ചെയ്യാറായോ? ഫ്രൈ ചെയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. ആദ്യം കേഷ്യൂസ് മാത്രം ഫ്രൈ ചെയ്ത് കോരാം. എന്താണെന്ന് വെച്ചാൽ രണ്ടും കൂടെ ആകുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? റൈസിൻസ് കരിഞ്ഞു. അതെ. നമ്മൾ അല്ലെങ്കിൽ കേഷ്യൂസ് വന്നിട്ട് ഒരു പരുവ എത്തുമ്പോഴത്തേക്കും കിസ്മിസും കൂടെ തട്ടി കൊടുത്താൽ. ശരി. ഓക്കെ. ആ ഗ്യാപ്പിൽ ഞാൻ ഇതിന്ന് ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്ന കാരണം ഭയങ്കര ടെംപ്ടേഷൻ. ഞാൻ ഇതിന് ഇങ്ങോട്ടും എല്ലാം മാറ്റി വെക്കുന്നില്ല. നോക്കുമ്പോൾ മുട്ട മാത്രം ഇടേണ്ടി വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാ. അപ്പോൾ അല്ലെങ്കിൽ കഴിക്കാത്ത സാധനം കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട് അതിങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ. ഓക്കെ. നമ്മളിതൊക്കെ ഓരോരുത്തർ വരും. നമുക്കപ്പോൾ ഇനി കൈപ്പോളയ്ക്കുള്ള നോക്കിയാൽ ഇതിൽ. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ 4 മുട്ട. ഇതിൽ നമ്മൾ ഇതിൻ്റെ കൂടെ പഴവും അത് പോയി. അതെ. ഇതെല്ലാം പേടിച്ചിട്ട് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ. പഴം എൻ്റെ അടുത്തൊന്നങ്ങ് മാറ്റിക്കൊണ്ട് പോയി. അതെ. ഇനി നമുക്ക് ഇതിൽ നട്ട്സും കേഷ്യൂസും ഒക്കെ ഉണ്ട്. ഉണ്ട്. പാലൊഴിക്കാം. മതി. ഇത്ര മതിയോ? ഓക്കെ. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയോ? പിന്നെ ഏലക്കാപ്പൊടി. ഇതെന്തിനാ? നെയ്യ് അല്ല വറുത്തെടുക്കാനാണോ? അല്ല, അതിപ്പോഴല്ല. നമുക്ക് ചട്ടിയിലൊന്ന് തേക്കാൻ വേണ്ടിയിട്ടാണ്. ശരി. അല്ലെങ്കിൽ ചട്ടി നിറയെ വരാൻ പാടില്ല. പഞ്ചസാര. ഓക്കെ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ് അല്ലേ. കുട്ടികൾക്ക് വരെ വേണമെന്ന് അല്ല, കുട്ടികൾക്ക് പഴം വേവിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതിയോ. ഒത്തിരി ഹെവി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള സംഭവം അല്ലേ ഇത്? അതെ. കായ അതെ. ബാക്കി ഉള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ മുട്ട, പാലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി റിച്ച് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് വന്നിട്ട് ഇനി അടുത്ത് സെറ്റ് ചെയ്യാം. എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഓക്കെ.
ഇത് വന്നിട്ട് ഈ ചട്ടിയിലാണ്, നോൺ സ്റ്റിക്കിൻ്റെ ഈ ചട്ടിയിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലത്. എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ഇളകി വരത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിനി ഈ പാനിലേക്ക് നെയ്യ് തടവിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ബേറ്റർ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നെയ്യ് എടുക്കട്ടെ. ഓക്കെ, നമ്മൾ കത്തിച്ചോ? കത്തിച്ചിട്ടില്ല, നമ്മൾ ഇതെല്ലാം ഒഴിച്ച ശേഷം മാത്രമായിരിക്കും കത്തിക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും നെയ്യ് അത് മൊത്തത്തിൽ ആ പാനിൽ മൊത്തത്തിൽ നന്നായിട്ട് തടവിയിട്ടുണ്ട്. അതെ, മൊത്തത്തിൽ തടവിയിട്ടുണ്ട്. ഇതിന് നമുക്ക് മൊത്തത്തിൽ ഒഴിക്കാം. മൊത്തത്തിലോട്ട് ഇത് വേണോ? ഓക്കെ, നമുക്ക് ഒഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ കൈപ്പൊള്ളയുടെ ഐറ്റം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ട് വേണം 15 മിനിറ്റ് വെച്ചേക്കണം. അതെ, അപ്പോൾ സെറ്റായി. അപ്പോൾ സെറ്റാവും. ഓക്കെ, നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് കമത്തി മുകൾ ഭാഗം കൂടെ ഒന്ന് മുരിച്ചെടുത്ത് പിന്നെ നമുക്ക് കട്ട് കഴിക്കാം. അതിനാണല്ലോ നമ്മൾ വെയിറ്റിംഗ്. അല്ല, ഞാൻ വെയിറ്റിംഗ്. അപ്പോൾ എന്തായാലും ഞാൻ മുന്നേ കഴിച്ചിട്ടുള്ള ഡിഷാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഇന്ന് നമുക്ക് ഷാഹിനത്ത് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നൊക്കെ മെച്ചമായിരുന്നു കേട്ടോ. ശരിക്കും എല്ലാം നല്ല കിടിലം ഐറ്റംസ് ആയിരുന്നു. ആൻഡ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസും ആയിരുന്നു എല്ലാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ബേക്ക്ഡ് ആൻഡ് കുക്ക്ഡിൽ പോയി കഴിഞ്ഞാൽ ഈ വക സ്നാക്സ്, മലബാർ സ്നാക്സും മലബാർ ഐറ്റംസ് മാത്രമല്ല, എനിക്കങ്ങ് ദുബായിൽ വരെ അല്ല അറബി നാട്ടിൽ വരെ പിടിയുണ്ട്. അറബിക് ഡിഷസും കുറേ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറക്കണ്ട. മെനു ഒക്കെ എത്ര ഐറ്റംസ് ഉണ്ടാവും നമ്മുടെ മെനുവിൽ? നമ്മുടെ ഐറ്റംസിൽ 50-60 100 ഐറ്റം വരെ വരുന്നുണ്ട്. അതെ, സ്നാക്സും ബിരിയാണി അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് 100 ഐറ്റം വരെ വരുന്നുണ്ട്. ഓക്കെ, എല്ലാം റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. ബിക്കോസ് ആ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കേക്ക്സും ഒക്കെ അവൈലബിൾ ആണ്, പൊതിച്ചോറും അവൈലബിൾ ആണ്, ഡെലിവറി ഉണ്ട്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. കിഴി പൊറോട്ട ചെയ്യുന്നുണ്ട്. എന്തിലൊക്കെയുള്ള കിഴി പൊറോട്ട? കിഴി പൊറോട്ട വീട്ടിൽ ചെയ്യുന്നുണ്ട്, ഗോതമ്പില്, മൈദയില്. അല്ല, ഐ മീൻ എന്തൊക്കെയാ കിഴി പൊറോട്ടയിലുള്ള? ചിക്കൻ, മട്ടൺ, ബീഫ്? ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, ബീഫ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ 3 ഐറ്റത്തിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. വെജിറ്റേറിയൻ ഐറ്റംസോ വെജ് ചെയ്യുന്നുണ്ടോ? വെജും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞു എന്തെങ്കിലും പാർട്ടി ഓർഡേഴ്സ്, ബർത്ത്ഡേ ഓർഡേഴ്സോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഓർഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാറുണ്ട്. നമ്മളത് എടുക്കാറുണ്ട്. നമുക്കിപ്പോൾ മേജർ ഒരു വലിയൊരു കല്യാണ ഫംഗ്ഷൻ അങ്ങനെയൊന്നും എടുക്കാനുള്ളൊരു നമുക്ക് ആയിട്ടില്ല. ഇപ്പോഴത്തെ കല്യാണം ചെയ്ത് കൊടുക്കാൻ പറ്റും, കാര്യം ഗസ്റ്റ് കുറവാണല്ലോ. അപ്പോൾ അത് കാരണം എന്തായാലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്കിപ്പോൾ നേരത്തെ ഇപ്പം അങ്ങനത്തെ ഒത്തിരി വലിയ ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം മുന്നേ പറയേണ്ടി വരും? നമുക്ക് 1 വീക്ക് മുമ്പൊക്കെ വരാറുണ്ട്. ഇവരുള്ള ഓർഡേഴ്സൊക്കെ നമുക്ക് 1 വീക്ക് മുമ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറെ കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും അല്ലേ? ചെറിയൊരു എന്തെങ്കിലും അഡ്വാൻസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടായിരിക്കും ബുക്ക് ചെയ്യാം. അഡ്വാൻസ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ചിലപ്പം മേ ബി ലൈക്ക് റീസൺസ് ഉണ്ടാകും. ശരി, അപ്പോൾ എന്തായാലും നമുക്കിതൊരു 15 മിനിറ്റ്സ് വേവാനായിട്ട് വെക്കണം അല്ലേ? അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ്സ് ഇതിന് വച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആയോ നോക്കാം. ആയല്ലേ? ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനെ നമ്മൾ തിരിച്ചിടണ്ടേ? അതെ, അപ്പോൾ അത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പാൻ എടുക്കാം. പാൻ എടുത്തിട്ട് നമുക്കിത് പ്രത്യേകിച്ച് ഓക്കെ, നമുക്ക് ഇനി ഇതിലോട്ട് മറിച്ചിടാം. ഓക്കെ, നെയ്യ് വേണോ? അതെ, ഇതിലോട്ട് നെയ്യ് പെട്ടിട്ട് മാത്രമേ നമ്മളത് മറിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ചട്ടിയിലോട്ട് പിടിക്കാൻ. ഓക്കെ, അതെ. അപ്പോൾ ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മറിച്ചിടാം. ഓക്കെ, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിയണം അല്ലേ? അപ്പുറത്തെ പോർഷൻ ഒന്ന് മുരിയണം. ഒത്തിരി വെക്കാനും പാടില്ല, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതെ, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കാം. ശരി, ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊന്നുമില്ല, ടേസ്റ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തതായിട്ടോ. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ആണ്. പെട്ടെന്ന് തന്നെ ചെയ്യാം. ആകെപ്പാടെ ഒരു 15 മിനിറ്റ്സ് നമുക്ക് കുറച്ചൊന്ന് സാവകാശം കൊടുക്കണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കത് എടുക്കാവോ? ഞാൻ ഇതിലേക്ക് പ്ലേറ്റ് വെക്കട്ടെ. ഇതിലേക്ക് വെക്കാം.
കായ്പോള. അപ്പോൾ നമ്മുടെ കായ്പോള ദേ ഇവിടെ. ഇത് കൂടുതലും ഇങ്ങനെ ഒരു ഫുള്ളായിട്ടിരിക്കുന്ന കാട്ടിലും എനിക്കൊന്ന് കട്ട് പീസസ് ആയിട്ടാണ് മിക്കയിടത്തും വച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പം വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ഇങ്ങനത്തെ കുറച്ചും കൂടെ പൊക്കമുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും ദേ നമ്മുടെ കായ്പോള ഇവിടെ റെഡിയാണ്. കായ്പോള കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കണം അല്ലേ ആ ഒരു പേര് വന്നത്. ശരി, അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്താലോ? ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, കട്ട് ചെയ്യാമല്ലോ. എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഞാൻ മൊത്തം കഴിച്ചോളാം. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾക്ക് നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഹലീം എന്ന് പറയുന്ന ഐറ്റവും അല്ലേ? അതെ, ഹലീമും ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരുന്ന ഐറ്റമാണ് ഹലീമ. ഓക്കെ. അപ്പോൾ ഹലീം തന്നെ നമ്മൾ 3 രീതിയിൽ ചെയ്യുന്നുണ്ട്. ചിക്കൻ ഹലീം, മട്ടൺ ഹലീം, ബീഫ് ഹലീം. നമ്മൾ 3 രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതൊരു നമ്മുടെ ഇഫ്താർ കഞ്ഞീൻ്റെ ഒരു ആ ഒരു ടൈപ്പാണ് അല്ലേ? ആ ഒരു ടൈപ്പാണ് കഞ്ഞിയാണ്. ഇത് ഒരു ക്രീമായിട്ടിരിക്കും, നല്ല കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് ഒരു ഹൈദരാബാദി സ്റ്റൈൽ ഒരു ഹൈദരാബാദി ഡിഷാണ്. ഓക്കെ. അതേപോലെ ഹലീം പോലെ തന്നെ വേറെ ഇപ്പൊ കിറ്റ് നമ്മൾ ഇഫ്താർ കിറ്റ് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ അതുപോലെ തന്നെ നമ്മൾ സെഹറി കിറ്റ് കൊടുക്കുന്നുണ്ട്. സെഹറി കിറ്റ് എന്താന്നുള്ള ഒരു കിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ പാലട, ഒറട്ടി, പൊറോട്ട ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ്. ഓക്കെ, ഡിന്നറിന് കഴിക്കാൻ രാത്രി കഴിക്കാൻ രീതിയിൽ. അതുപോലെ ചിക്കൻ കറി, മട്ടൻ കറി, ചിക്കൻ പെരട്ട്, ചിക്കൻ ഫ്രൈ അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പാക്കായിട്ടാണ് വരുന്നത്. ഓക്കെ. ഇതിൻ്റെയൊക്കെ ഡെലിവറി എത്ര മണിക്കാണ് കൊടുക്കുക? നമ്മളൊരു 7:30 മണിക്ക് മുമ്പായിട്ട് എല്ലാം കൊടുക്കുന്നത് ചെയ്ത്. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ബേക്ക്ഡ് ആൻഡ് കുക്ക്ഡിൻ്റെ വിശേഷങ്ങളും നമ്മളുടെ ഷഹീനത്തയുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറക്കണ്ട ആരും. നമ്മൾ മെനു ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ പേജിൽ ഇട്ടിട്ടുണ്ട്. ബേക്ക്ഡ് ആൻഡ് കുക്ക്ഡ് എന്ന് തന്നെയാണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പേജുണ്ട്. ഫോൺ നമ്പർ 7012-847-606. ഓക്കെ. ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും. ഹലീം എല്ലാ ദിവസവും അവൈലബിൾ ആണോ അതോ? ഹലീം എല്ലാ ദിവസവും നമുക്ക് അവൈലബിൾ അല്ല, സൺഡേസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഇത് നമ്മൾ നോമ്പ് സമയത്ത് മാത്രം സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു ഡിഷാണ്. ഓക്കെ, ശരി. എന്തായാലും പറഞ്ഞു നിന്ന് വീണ്ടും കുറച്ചുകൂടെ തണുപ്പ് മാറിയിട്ടുണ്ടാവും. നമുക്ക് കട്ട് ചെയ്താലോ? ഒത്തിരി നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു, മാറിയിട്ടില്ല അല്ലേ? ഉള്ളിൽ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനൊരു കുറച്ച് പോർഷൻ മാത്രം കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ചൂടാ. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പാകക്കൂടുതൽ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കിടിലായിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ചൂട് ആറേണ്ടതുണ്ട് എനിക്ക് നന്നായിട്ട് കഴിച്ച് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. കിടിലായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇതും ഇതിൻ്റെ എങ്ങനെയാണ് റേറ്റ്? ഇതിൻ്റെ വരുമ്പോൾ നമുക്ക് 300 ആണ് വരുന്നത്. 300 ആണ് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ 300 ആണ് വരുന്നത്. ബിക്കോസ് ഒത്തിരി റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ദാറ്റ്സ് വർത്ത് ദ എമൗണ്ട്. അപ്പോൾ എന്തായാലും ആരും മറക്കണ്ട, ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷഹീനത്തയ്ക്ക് ഇനി കോൾസിൻ്റെ പൂരമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? അതെ. എന്തായാലും ഞാൻ ഗ്യാരണ്ടി എല്ലാ ഐറ്റംസും വളരെ ടേസ്റ്റി ആയിരുന്നു. ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. എന്തായാലും നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എനിക്ക് കഴിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമുക്ക് ഇന്നത്തെ സെഗ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യേണ്ട ടൈമായി. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു ഡിഷുമായിട്ട്. അതുവരെ ബൈ ബൈ.